മാന്യത വന്നത് എവിടെന്നാ? അവരവരുടെ കുടുംബത്തിൽ നിന്നാണ് അല്ലേ? ഇപ്പൊ ഇവിടെയുള്ള കന്യാസ്ത്രീമാർക്കെല്ലാം വിശ്വാസം കിട്ടിയത് അവരുടെ മഠത്തിൽ നിന്നാണോ, അത് അവരുടെ അമ്മയുടെ അപ്പൻ്റെ ആ കുടുംബജീവിതത്തിൽ നിന്നാണോ? അപ്പോൾ എന്ന പോലെ ഇന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ ശക്തമാക്കണം, വിശ്വാസത്തിൻ്റെ തലത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വലിയൊരു രഹസ്യം ഈ എമ്മാവൂസ് യാത്രയിൽ കാണുന്നത്, യേശു തന്നെ നേരിട്ട് വചനം വ്യാഖ്യാനിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഈ കൂടെ നടക്കുന്ന യേശുവാണെന്നും അവർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല? അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് മൂടപ്പെട്ടിരുന്നു? യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് അതൊരു വെളിപാടിലൂടെ മനസ്സിലാക്കണം, ഒരു ദൈവിക ഇടപെടലിലൂടെ മനസ്സിലാക്കണം. അതിനാണ് വൈകുന്നേരമായപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടെത്തും. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത്, വചനമാണ്, ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ കണ്ടു. എന്തുകൊണ്ടാണ് അപ്പൊ രാവിലെ മുതൽ അവർ നടന്നപ്പോ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടാതിരുന്നത്? യേശുവിനെ ദൃശ്യേന കണ്ടതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അനുഭവം അവർക്കുണ്ടാകണമെന്നില്ല. യേശുവിന്റെ വചനത്തിലൂടെ മാത്രവും ഇതുണ്ടാവണമെന്നില്ല. അതിൻ്റെ മുഴുവൻ അനുഭവം ഉണ്ടാകുന്നത് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തന്നെ അവരുടെ ഉള്ളിലേക്ക് കടത്തി വരുമ്പോഴാണ്. ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവ് അവരുടെ കൂടെ നടന്നു നീങ്ങുന്ന കർത്താവിനെ എങ്ങനെ അവരുടെ ഉള്ളിലേക്ക് കയറ്റും? അവൻ അപ്പമെടുത്തു. എവിടെയെല്ലാം ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അപ്പമെടുത്തു എന്ന് പറഞ്ഞാൽ കാര്യം മാറി. മനസ്സിലായോ? ഇവിടെയാണ് ശരിക്കും ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ വചനത്തിന്റെ പൂർണ്ണമായ അർത്ഥം. ഞാൻ ഒരുപക്ഷെ യേശു അപ്പമെടുത്തിട്ട് ആശീർവദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കാണുമായിരിക്കും, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണോ എന്ന് പറഞ്ഞപ്പോൾ ആ അപ്പം മുറിച്ച് അവരുടെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ യേശുവിനെ കാണാനില്ല. അവരെ കണ്ടു തുറന്നു. യേശുവിനെ തിരിച്ചറിഞ്ഞു, പക്ഷേ യേശുവിനെ കാണാനില്ല. യേശുവിടെ പോയി അവരവിടെ എല്ലാം നോക്കി കാണുമായിരിക്കുമോ? അവരെ മേഖല അടി പോയി നോക്കിയിട്ടുണ്ടാവും. യേശു നമ്മുടെ കൂടെ നടന്നു വന്നു. ഇവിടെ അപ്പം മുറിച്ച യേശു എവിടെ? എന്തൊരു അത്ഭുതമാണ് നോക്കിയത്. യേശു അവിടെ പോയി. യേശു അപ്പമായി മാറി. ഈ ഉയർപ്പെഴുന്നേറ്റ കർത്താവ് യേശു മിശിഹ ആ അപ്പത്തിലേക്ക് മുഴുവനും കയറി. അവിടെയല്ലേ ഉദാശ എന്നുള്ളതിന്റെ നിർവചനം? അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ അടയാളമാണ് ഉദാശ. ആ അദൃശ്യനായ ദൈവം ദൃശ്യനായ എഴുന്നള്ളി അവരുടെ കൂടെ വന്നുവെങ്കിലും ഇപ്പോൾ അവൻ വീണ്ടും അദൃശ്യനായി. എന്തുകൊണ്ട് അദൃശ്യനായി? അവന്റെ അസ്തിത്വം മുഴുവനും ആ അപ്പത്തിലേക്ക് കയറ്റിക്കൊണ്ട് ആ അപ്പം അവരുടെ ഉള്ളിലേക്ക് ചെന്നു. അവരെ പാടി അത് പുറമാക്കി മാറ്റി.
12 കിലോമീറ്റർ ദൂരം നടന്നു വന്ന അവർ മ്ലാനവതരായി ജെറുസലേമിൽ നടന്ന ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ഹൃദയം നുറുങ്ങിയ അവരുടെ സകല പ്രയാസങ്ങളും മാറി. അവരുടെ കൺമുമ്പിൽ വെച്ച് തല്ലി കൊന്ന ആ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഇതാ ആ യേശു ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ടും ആ യേശു അപ്പമായിട്ട് അവരുടെ ഉള്ളിൽ കടന്നു വരുന്നതായിട്ടും അവർക്ക് അനുഭവമാകുകയും അവർ കണ്ട ആ ദാരുണ സംഭവത്തിന്റെ സകല വേദനകളും ഒരു നിമിഷം കൊണ്ട് മാറി. അവരുടെ സകല ക്ഷീണവും മാറി. അവരിപ്പോൾ പറയുകയാണ്, നമുക്ക് ഉടനെ ജെറുസലേമിലേക്ക് തിരിച്ചു പോകണം. ഈ സെമിനാരിയിൽ പഠിക്കാൻ പോയ ആള് സെമിനാരി വിട്ട് പോകണമാനില്ല. ഇവര് ജെറുസലേം വിട്ട് പോയതല്ലേ. ജെറുസലേം വിട്ട് ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? ഈ യേശുവിനെ അവർ കൊന്നു കുഴിച്ചിട്ട് ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയവർ ഇപ്പോൾ പറയുകയാണ്, ഇല്ല, നമുക്ക് ഉടനെ തന്നെ ജെറുസലേമിലേക്ക്. അങ്ങനെ അവർ മടങ്ങി ജെറുസലേമിലേക്ക് പോയ അതാണ് ആദ്യത്തെ മിഷൻ, ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഉച്ചത്തിൽ പ്രഘോഷിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തുതി പാടിക്കൊണ്ട് അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞങ്ങൾ അവനെ കണ്ടു, we have seen him. അവൻ ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾ അവനെ കണ്ടു. അതാണ് ആദ്യത്തെ സുവിശേഷം, അഥവാ യേശുവിന്റെ ഉയർപ്പിന്റെ പ്രഘോഷണം. അത് അവർ പറയാനുള്ള ശക്തി എങ്ങനെ കിട്ടിയോ? അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയപ്പോ പോയ കാര്യം എന്തിനാണ് ഞങ്ങൾ അങ്ങേരുടെ കൂടെ ഇത്രയും നാളെ ചെലവഴിച്ചത്? അങ്ങേര് പറയുന്ന പ്രോമിസുകളൊക്കെ എവിടെ പോയി? നമ്മൾ ഉദ്ദേശിച്ചു അങ്ങേര് ആത്മാവിന്റെ വലിയ നിറവും ശക്തിയുമുള്ള ആളായിരുന്നു. അങ്ങേരെ അവർ ഒന്നും കുറിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ മ്ലാനവതനായി സകലതും നഷ്ടപ്പെട്ട പോലെ പോയ അവർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ദിവ്യകാരുണ്യം അപ്പമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉയർപ്പിന്റെ ഉണർവും ശക്തിയും അവരിൽ പ്രതിചരിച്ച് അവർ യേശുവായിട്ട് മാറി. ഉയർത്തെഴുന്നേറ്റ യേശുവായിട്ട് മാറി. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശബ്ദമാണ് പിന്നെ അവർ പറയുന്നതെല്ലാം. Praise the Lord. വചന പ്രഘോഷണം ശുശ്രൂഷ എന്നെല്ലാം പറയുന്നതിൻ്റെ നാം ആ കാതലായ ശക്തി, the source of Christian life and mission എന്നാണ് മെത്രാന്മാരുടെ ഒരു സിനഡിന്റെ ശീർഷകം. Holy Eucharist is the source of Christian life and mission. വിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യമാണ്, യേശുവിന്റെ ബലിയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും ഉച്ചകോടിയും. ക്രിസ്തീയ ജീവിതത്തിന്റെയും പ്രേക്ഷിത ദൗത്യത്തിന്റെയും പ്രേക്ഷിത ശക്തി, മിഷൻ, ദ പവർ ഫോർ മിഷൻ, ഇതാണ് കൃത്യമായിട്ടുള്ള മിഷൻ. ആ അപ്പോസ്തലൻ അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒരു മിഷൻ ആണ് അവർ. നമ്മൾ പ്രഘോഷിക്കണം. ആ ശക്തിയും കരുത്തും അവരുടെ സ്വന്തം കഴിവുകൊണ്ടുണ്ടായതല്ല. That came from the Lord. ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് അത്. ദിവ്യകാരുണ്യ സന്നിധിയിലൂടെ വരികയും അവരുടെ പ്രഘോഷണമായിരുന്നു, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ അനുഭവിച്ചു. സ്നേഹമുള്ളവരെ, നമ്മൾ എന്തെല്ലാം തീയതി പഠിച്ചാലും, ഈ കാറ്റഗിസം തന്നെ മുഴുവനും അരച്ചു പിടിച്ചാലും, ഈ ബൈബിള് തന്നെ മുഴുവനും കാണാപ്പാഠമായാലും, ഈ ബൈബിളിലെ ഏറ്റവും വലിയ കഥാനായകൻ ആരാണ്? ആ കഥാനായകനായിട്ട് അയാൾ നിൽക്കാതെ ആ കഥാനായകൻ
രക്ഷകൻ അങ്ങനെ ഒരു പൂജ്യനായ ബഹുമാനിതനായ ഒരു വ്യക്തിയായി നിൽക്കാതെ ആ വ്യക്തിയായ ദൈവം എളിമപ്പെട്ട് താഴ്ന്ന് ഒരപ്പം പോലെയായി നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. എന്തോ ഒരു വിസ്മയീയത ഞാൻ നോക്കി. എനിക്ക് പൂർണ്ണമായിട്ട് നിന്നോട് ലയിക്കണം, ഞാൻ എന്നെ തന്നെ നിനക്ക് തരികയാണ്. അങ്ങനെ ഞാൻ നിന്നിൽ വന്ന് ഞാൻ നിന്നിൽ ഇല്ലാതാകുമ്പോൾ ഞാൻ നിന്നിൽ എല്ലാമായി മാറും. എന്റെ ശക്തി മുഴുവനും നിന്നിൽ തുടിക്കും. ഇനിമേൽ നീയല്ല, ക്രിസ്തു നിന്നിൽ വസിക്കുന്ന അനുഭവം. അതാണ് മിഷൻ. ആ അനുഭവം മറ്റുള്ളവർക്ക് പകരുന്നതാണ് സുവിശേഷ വേല. അപ്പോ മിഷൻ, മാസ് ആൻഡ് മിഷനും രണ്ടും വളരെ ബന്ധത്തിലാണ്. ദിവ്യകാരുണ്യം, വിശ്വകുർബാന അർപ്പണം കഴിഞ്ഞ് നമ്മളോട് പറയുകയാണ്, വിശുദ്ധ ബലി സമാപിച്ചു. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ എന്ന് പറയുമ്പോൾ ആ പോകുവിൻ എന്ന് പറയുന്നതിൽ മിഷൻ ആരംഭിക്കുകയാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ പോകുവിൻ, ലോകം മുഴുവൻ പോയി അറിയിക്കുവിൻ. ആ വാക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരുടെയും വിശ്വാസ ദൗത്യം. അപ്പൊ ഈ ദൗത്യത്തിന്റെ ചാലക ശക്തി, ആ ദൗത്യത്തിന്റെ പ്രധാന സബ്ജക്ട്, നമ്മൾ ആരെ പ്രഘോഷിക്കണം, ആരെ കുറിച്ച് പറയണം, ആരുടെ ശക്തിയിലൂടെ പറയണം, എന്തിനു പറയണം, ഇതെല്ലാം ഈ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ IMSലെ വിശുദ്ധ കുർബാനയുടെ ആഘോഷം എനിക്ക് വളരെ സന്തോഷമായി. പല ധ്യാന കേന്ദ്രങ്ങളിലും കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലും നമ്മൾ ഇഷ്ടം പോലെ കുർബാനയെ മാറ്റിമറിച്ച് നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ അതിനകത്ത് ചേർത്ത് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രാർത്ഥനകൾ പലതും വെട്ടിക്കുറച്ചൊക്കെയാണ് കുർബാന ചെല്ലാറ്. അത് ശരിയല്ല. കുർബാന ഇവിടെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ എല്ലാ ആദരവോടു കൂടി അർപ്പിച്ചു വരുന്നത് ഭയങ്കര അഭിനന്ദനാർഹമാണ്. കുർബാന അല്ലെങ്കിൽ ലിറ്റർജി നമ്മൾ ആരുടെയും സ്വത്തല്ല, അത് സഭയുടെ സ്വത്താണ്. പരിശുദ്ധാത്മാവാണ് അതിനെ രൂപപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. നമുക്കാർക്കും അതിലെ ഒരു പ്രാർത്ഥന പോലും മാറ്റാനുള്ള യാതൊരു എന്താ പറയാ, എനിക്ക് അതിനോട് എന്താ പറയാ, കാര്യം മനസ്സിലായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും കുർബാന കാണാൻ പോകുന്നവരാണ്. അധികം പേരില് കുർബാന ചിലവരുടെ ആ പ്രസവമായിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ചെന്നാലും മതി. ചിലവർ പുറത്തിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് ആയിട്ട്. അപ്പൊ ഇപ്പോഴും നമ്മളുടെ ഒരു അവസ്ഥ, ഒരുപക്ഷെ രണ്ടാം വത്തിക്കാൻ സുന്നതദോസ് കഴിഞ്ഞിട്ട് 50 വർഷമായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ വർഷം ആഘോഷിച്ചത്. രണ്ടാം വത്തിക്കാൻ സുന്നതദോസിന്റെ 50ാമത്തെ വാർഷികം, കത്തോലിക്ക മതബോധന ഗ്രന്ഥം ഇറങ്ങിയതിൻ്റെ 20ാമത്തെ വാർഷികവുമായിരുന്നു പ്രധാന വിഷയം. പക്ഷേ ഈ രണ്ടാം വത്തിക്കാൻ സുന്നതദോസിന് മുമ്പ് എല്ലാം കുർബാന നമുക്ക് ഒട്ടും മനസ്സിലാകാൻ പറ്റാത്ത ഭാഷകളിലായിരുന്നു, ഇല്ലേ? നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടാം വത്തിക്കാൻ സുന്നതദോസിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ദാനം നമ്മുടെ മാതൃഭാഷയിൽ, ഈവൻ വെർനാക്കുലേഴ്സിലും കുർബാന അർപ്പിക്കാമെന്നായി. മനുഷ്യരുടെ മനസ്സിലാകുന്ന ഏത് ഭാഷകളിലും കുർബാന അർപ്പിക്കാമെന്നായി. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഭാഷകൾ അർപ്പിച്ചാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനകത്ത് എന്താ ഓരോ പ്രാർത്ഥന എന്നുള്ളത്. മനസ്സിലായി. ഇപ്പൊ നമുക്ക് വീണ്ടും സുറിയാനി ലത്തീന കുർബാന കൂടുന്നതിന് പ്രയാസമില്ല. കാരണം ഇന്ന പ്രാർത്ഥന ഇന്ന സ്ഥലത്ത് എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് നമ്മുടെ മാതൃഭാഷയിലൂടെ മനസ്സിലായിട്ടുണ്ട്.
അപ്പോ ആ ബലിയർപ്പണത്തെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുകയും അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. അതിന് നമ്മളിപ്പോൾ എവിടെ പഠിക്കുന്നത് ആർക്കും അറിഞ്ഞൂട. പള്ളിയിലെ കുർബാനയ്ക്ക് സമയത്ത് ആകെ 10 മിനിറ്റ് കൂടുതൽ പഠിപ്പിക്കാൻ സമയമില്ല. ധ്യാന കേന്ദ്രത്തിലോ ഇങ്ങനെയുള്ള സ്ഥലത്താണ് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് വിശ്വാസ പരിശീലന സ്ഥലം, ഭജന പ്രഘോഷണ മേഖലകളിലെല്ലാം ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പല വിധത്തിൽ ഒരുപാട് വിശുദ്ധന്മാർ ദിവ്യബലിയെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അത്രയ്ക്ക് വിസ്മരണീയമാണ് വിശുദ്ധ കുർബാന. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ 21 റീത്തുകളുണ്ട്. ഈ 21 റീത്തും ആരാധനാക്രമം വ്യത്യസ്തമാണ്. എന്നാൽ ഒരേ കർത്താവ്, ഒരേ മാമോദീസ. ആ വ്യത്യസ്തത ഹൃദയപൂർവ്വം